ക്രെഡിബിലിറ്റി ട്രാപ്പ്. ഇപ്പം ഏതൊരു ആളെ സംബന്ധിച്ച് അത് ബിസിനസ്സിലാവാം, പൊളിറ്റിക്സിലാവാം, സിനിമയിലാവാം, അതായത് സൊസൈറ്റിയുമായി ഇൻട്രാക്ട് ചെയ്യുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ ക്രെഡിബിൾ ആണെന്ന് തോന്നുന്ന ഏതൊരാൾക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒന്നാണ് ഈ ക്രെഡിബിലിറ്റി ട്രാപ്പ്. വെനെവർ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പഴയൊരു സിസ്റ്റം അല്ല, നമ്മൾ അതിൽ നിന്ന് എൻറ്റയർലി നമ്മുടെ സിറ്റുവേഷൻസ് ചേഞ്ചായി, അപ്പം നമുക്കറിയാം പഴയതുപോലെ മുൻപോട്ട് പോകാൻ കഴിയില്ലെന്ന്. എന്നാൽ ഇത് പലപ്പോഴും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നൊരു ക്രെഡിബിലിറ്റി അത് പാലിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ക്രെഡിബിലിറ്റിക്ക് വേണ്ടി നമ്മളൊരു വലിയ സ്ട്രെസ് എടുക്കും. മേ ബി അതൊരു ഫിനാൻഷ്യൽ സ്ട്രെസ് ആവാം, മേ ബി നമ്മുടെ ഒരു ക്യാരക്ടർ സ്ട്രെസ് ആവാം. അപ്പം ഈ ക്രെഡിബിലിറ്റി ട്രാപ്പ് പല ഓൺട്രപ്രണേഴ്സിനെയും എത്തിക്കുന്നത് ഒരു കടുത്ത മാനസികാവസ്ഥയിലാണ്. കാരണം ഈ ക്രെഡിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ടാക്കും, ഫിനാൻസ് കണ്ടെത്തുന്നു. തുടക്കം അത് ബാങ്ക് ലോണിലാവാം, പിന്നീട് അത് പ്രൈവറ്റ് ഫിനാൻസ് ആവാം, മറ്റ് പല സോഴ്സിൽ നിന്നും ഫണ്ടിങ് ഈ നേരത്തെ ഉണ്ടായിരുന്ന ക്രെഡിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആളുകൾ കൊണ്ടുവരുന്നു. ഇതുണ്ടാക്കുന്നത് ഇതൊരു ഓൺട്രപ്രണർ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും, ബിസിനസ്സിനെ ബാധിക്കും, പേഴ്സണൽ ലൈഫിനെ ബാധിക്കും, ഡേ ടു ഡേ ഇൻട്രാക്ഷൻസിനെ ബാധിക്കും, അയാളുടെ ഇമോഷൻസിനെ ബാധിക്കും, ഹാപ്പിനെസ്സിനെ ബാധിക്കും. പിന്നീട് ഇതിനൊരു ഡെഡ് എൻഡ് ഉണ്ട്. ആ എൻഡിൽ ക്വിറ്റ് ചെയ്യല്ലാതെ മറ്റു മാർഗങ്ങൾ ഇദ്ദേഹത്തിനുണ്ടാവില്ല. അതുകൊണ്ട് വാട്ട് എവർ ഹാപ്പൻസ് അതിനനുസരിച്ച് റീഫോം ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്.